കാലത്ത് കയറ്റിയതാ. എക്സ്പെരിമെൻ്റ് ടേബിളിൽ കിടത്തിയിട്ടുണ്ട്. ഉച്ചയായി, 4 മണിയായി. അപ്പം എൻ്റെ കെട്ടിയ നേഴ്സായിട്ട് തട്ടി കയറി തുടങ്ങി. നിങ്ങൾ എന്തൂട്ട അവിടെ എടുക്കണേ, എത്ര നേരമായി ഇവിടെ കെടുത്തിയാക്കണം ഈ ടേബിളുമേ. അപ്പം നേഴ്സ് ഈ നീർക്കോലി മൂത്തിട്ട് നീർമണലിയാവാന്ന് കേട്ടിട്ടുണ്ടാ? അജാതി റോളുള്ള ഹെഡ് നേഴ്സും കൂടെ വന്നൊരു വരവ്. നിങ്ങൾക്ക് എന്തുട്ട വേണ്ടേ? അതെ, ഇത് പ്രസംഗമല്ല, ഇത് പ്രസവാണ്. മനസ്സിലായ? ഫോട്ടോസ്റ്റാറ്റ് മിഷീനെല്ലാം അതിനെ കയറ്റിയിട്ട് അതിനെ വിടാനായിട്ട്. മനസ്സിലായ? നിങ്ങളുടെ ഭാര്യ പ്രസവിക്കണത്, അല്ലാണ്ട് ആടും പോത്തൊന്നല്ല ഈ പ്രസവിക്കണത്. അപ്പം നിങ്ങളെ അടങ്ങി ഒതുങ്ങി അവിടെ അടുത്തിൽ ചെന്ന് നിൽക്കുക. പിന്നെ പുലി പോലെ വന്നെൻ്റെ കെട്ടിയുണ്ടല്ലോ, എലി പോലെയായിട്ട് അവിടെ ചുമരും ചാരിന്ന് കൊണ്ടെത്തിച്ചു തുടങ്ങി. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വന്നു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വേദന കൊണ്ടൊരു പാകല്, എന്തെങ്കിലും ചെയ്തിട്ട് ഇതൊന്ന് പുറത്തേക്ക് എടുത്ത്, എനിക്ക് മതിയായി വേദന തന്നിട്ട്. ഡോക്ടർ പറയാ, ഇതെന്നോട് പറയേണ്ടതല്ല, കെട്ടിയവനോട് പറയേണ്ടായിരുന്നു. പിന്നെ ഈ ലേബർ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? കെട്ടിയവനെ തെറി പറയാൻ പറ്റിയ സ്ഥലമാണ് ലേബർ റൂം. ആരും ഒന്നും പറയില്ല. അവിടെ കിടന്നിട്ട് കെട്ടിയവന്മാരിനെയും നാത്തുമാരിനെയൊക്കെ തെറി വിളിക്കുന്നുണ്ട്, കരച്ചിലേ. അതിൻ്റെ ഇടയിൽ ഒരു പെണ്ണും പിള്ള, എൻ്റെ ഇക്കനെ കാണണം, എനിക്ക് എൻ്റെ ഇക്കനെ കാണണം. ഈ നേഴ്സിനോടേ ഇവിടെ വന്നൊരു വരവ്, നീ ഇത്ര നാൾ ഇക്കനെ കണ്ടിട്ട് ഞാൻ ലീവ് ചെയ്തായത്. അതെ, നീ അകത്തേക്ക് കയറ്, ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കിടന്നാൽ മതി. അങ്ങനെ എനിക്കാണെങ്കിൽ എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വീണ വായന എന്ന് പറയില്ലേ, അതേപോലെ എൻ്റെ അവസ്ഥ. അപ്പം അമ്മായിമാരെ ദണ്ണം അത്ര വലുതാണ്. അങ്ങനെ ഒരു വിധമായിട്ട് പ്രസവം കഴിഞ്ഞിട്ട് പോകുന്ന ആശുപത്രിയിലേക്ക്.